ടോക്സിക് റിലേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഒരു അബ്യൂസീവ് പാർട്ട്ണർക്ക് നിങ്ങളെ ഏതെല്ലാം രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും? ചില സിംറ്റംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഐസൊലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട് സർക്കിളിൽ നിന്നോ എല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ഞാനാണ് നിന്റെ ലോകം എന്നുള്ളൊരു രീതിയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണോ? ശരിക്കും ഇതിന് അവർ പറയുന്ന റീസൺ പൊസസീവ്നെസ് എന്നതാണ്. ഓർക്കുക, സ്നേഹം എന്നത് സ്വാതന്ത്ര്യമാണ്, പൊസസീവ്നെസ് അല്ല. ഇത്തരത്തിലുള്ള ആളുകൾ ഒരേ സമയം രണ്ട് തരം ക്യാരക്ടർ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ഒരേ സമയം വളരെ അഫക്ഷനേറ്റ് ആയിട്ടും തൊട്ടടുത്ത നിമിഷം അഗ്രസീവായിട്ടും അവർ ബിഹേവ് ചെയ്യാറുണ്ടോ? നമ്മൾ നിലനിൽക്കുന്നത് ഒരു ഗുഡ് റിലേഷൻ ആണോ അതോ ബാഡ് റിലേഷൻ ആണോ എന്നിങ്ങനെ നമുക്ക് സ്വയം ഒരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തരക്കാർ സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കാനുള്ള വഴികളായിരിക്കാം പാർട്ട്ണർ സെർച്ച് ചെയ്യുന്നത്. അതായത് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാവില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ മെല്ലെ മെല്ലെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറച്ചുകൊണ്ട് വരാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളെ ലിമിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെൻഡിംഗ് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണോ? എന്തെങ്കിലും ഒരു കൺഫ്ലിക്ട്സ് നടന്നാൽ ഉടൻ തന്നെ സ്വയം വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങളുടെ പാർട്ട്ണർ? അതായത് ചില വ്യക്തികളുണ്ട്, പരസ്പരം ഒരു വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാര തർക്കം നടന്നു കഴിഞ്ഞാൽ അവര് സ്വയം മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ പറയുക, ശാപവാക്കുകൾ പറയുക എന്നിങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കാറുണ്ട്. തീർച്ചയായും മനസ്സിലാക്കുക, അവർക്കറിയാം അവർ ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വളരെയധികം വേദനിക്കുന്നു എന്നുള്ളത്. ഇത് അവരൊരു ആനന്ദമായിട്ടാണ് കണ്ടെത്തുന്നത്. നിങ്ങൾ ആ ഒരു റിലേഷനിൽ ഒരു പരാതി പറയുകയോ അല്ലെങ്കിൽ ഒരു മടുപ്പ് കാണിക്കുകയോ ചെയ്താൽ വളരെ സ്നേഹത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കുകയും നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു ബന്ധം തുടങ്ങിയത് അതേ രീതിയിലുള്ള സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അതിനൊന്നും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഈ സൈക്കിള് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ടോക്സിസിറ്റി ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അബ്യൂസീവ് ആയിട്ടുള്ള ഒരു റിലേഷനിലാണോ നിങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഓർക്കുക, സ്നേഹം എന്നത് സ്വാതന്ത്ര്യമാണ്, സ്വാർത്ഥതയല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.